ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന സബ്ജക്റ്റിലെ കുറച്ച് ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് മെറ്റീരിയൽ സയൻസ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ്, മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, ഇലാസ്റ്റിസിറ്റി, ടഫ്നെസ്, ഫ്യൂസിബിലിറ്റി, അതുപോലെ ക്രീപ്പ് ആൻഡ് ഫത്തീഗ്. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി അറിഞ്ഞിരിക്കേണ്ട മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ സയൻസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇത്രയും ഒരു മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ വീണ്ടും അത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് മറന്നു പോയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ആ ഒരു പഴയ ക്ലാസ് കണ്ടിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ബീം. ഓക്കെ, അപ്പോൾ എന്താണ് ബീം അല്ലേ? ബീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കാരണം അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നൊരു വേർഡാണ് അല്ലേ ബീം. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ആയാൽ തന്നെ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലൊക്കെ ബീം നമ്മൾ സാധാരണ കണ്ടുവരുന്നതാണ് അല്ലേ. അതായത് ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ് അല്ലേ, ഹൊറിസോണ്ടൽ മെമ്പറാണ്. ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ ബീം ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ കോമ്പണൻറ്റ് ദാറ്റ് മെയിൻലി ക്യാരീസ് വെർട്ടിക്കൽ ലോഡ്സ് അല്ലേ. വെർട്ടിക്കൽ ലോഡ്സ് ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ ജസ്റ്റ് ഒരു ബീം ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണയായി കാണുന്നതാണ്. അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ അല്ലേ, ബീം എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിരിക്കും അസംബിൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ കോൺക്രീറ്റ് കൊണ്ടായിരിക്കും ബീം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ മെക്കാനിക്കലി ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഹൊറിസോണ്ടൽ മെമ്പറായി നമ്മൾ ബീമായിട്ട് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, നമ്മുടെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് വല്ലതും ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ഈ ബീം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ബീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നൊരു ടേമാണ്. ദ ബീം ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ കോമ്പണൻറ്റ് ദാറ്റ് മെയിൻലി ക്യാരീസ് വെർട്ടിക്കൽ ലോഡ്സ്. അപ്പോൾ നമ്മളെ വെർട്ടിക്കൽ ലോഡ്സിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ഹൊറിസോണ്ടൽ മെമ്പേഴ്സാണ് നമ്മൾ ബീം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് ഏതൊക്കെ ടൈപ്പ് ബീംസ് ആണുള്ളതെന്നാണ്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ബീംസ് ആണ്. ഒരു 5 ടൈപ്പ് ബീമുകളുണ്ട്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണ് കാണാം കാൻഡിലിവർ ബീം. അപ്പോൾ നമ്മുടെ ഈ കാൻഡിലിവർ ബീമിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവണം എന്താണെന്ന്. അതായത് കാൻഡിലിവർ ബീം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു എഡ്ജ് അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം എന്തായിരിക്കും അവിടെ ഫിക്സഡ് ആയിരിക്കും. ഈ കാണുന്ന അതർ എൻഡ് എന്തായിരിക്കും, അത് ഫിക്സഡ് ആയിരിക്കില്ല. അപ്പോൾ ഒരു എൻഡ് മാത്രം ഫിക്സഡ് ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ബീമിനാണ് നമ്മൾ കാൻഡിലിവർ ബീം എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന സൺഷെയ്ഡ് അല്ലെങ്കിൽ നമുക്കറിയാം സൺഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വാളിൽ നിന്ന് എന്തായിരിക്കും ഇവിടേക്ക് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ. അതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എവിടെയാണ്, ഈ സപ്പോർട്ട് നമ്മുടെ ഈ വാളിൻ്റെ മേലെ ആയിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു നമ്മുടെ സൺഷെയ്ഡിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കാൻഡിലിവർ ബീമിന് ഒരു എക്സാമ്പിളായിട്ട് എന്ത് പറയാൻ പറ്റും, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്ന സൺഷെയ്ഡ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് കാൻഡിലിവർ ബീം. അപ്പോൾ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒരു എൻഡ് മാത്രം ഫിക്സഡ് ആയിട്ടുള്ള ഈ ടൈപ്പ് ബീമിനാണ് നമ്മൾ കാൻഡിലിവർ ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്താണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അപ്പോൾ നമ്മളതിന് ചുരുക്കി എഴുതാറ് സാധാരണ സിംപ്ലി സപ്പോർട്ടഡ് ബീം, SSB എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ചുരുക്കി എഴുതാറ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലായിരിക്കും. ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. അതായത് ഈ ബീമിൻ്റെ 2 എൻഡുകളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ എന്തായിരിക്കില്ല, അത് ചിലപ്പോൾ ഫിക്സഡ് ആയിരിക്കില്ല, ജസ്റ്റ് സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ബീമിൻ്റെ 2 എൻഡുകളിലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആ ടൈപ്പ് ബീമിനാണ് നമ്മൾ എന്താ പറയുക, SSB അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് കാൻഡിലിവർ ബീമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാൻഡിലിവർ ബീമിൻ്റെ ഒരു എൻഡ് മാത്രമേ ഫിക്സഡ് ആയിരിക്കുള്ളൂ, അതർ എൻഡ് എന്തായിരിക്കും, ഫ്രീ എൻഡ് ആയിരിക്കും. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലെങ്കിൽ SSBൻ്റെ പ്രത്യേകത എന്താ, അതിൻ്റെ 2 എൻഡുകളിലായിട്ട് എന്തുണ്ടായിരിക്കും, സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടൈപ്പ് ബീമിനെയാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്.
ഇനി തേർഡ് വൺ നോക്കാം, ഓവർ ഹാങ്ങിങ് ബീം. അപ്പോൾ ഓവർ ഹാങ്ങിങ് ബീമിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീം. അപ്പോൾ ഇനി താഴെ കാണുന്ന സപ്പോർട്ട് നോക്കുക. സപ്പോർട്ട് എങ്ങനെയാണ് വെച്ചുള്ളത്? നമ്മുടെ ഈ എൻഡിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ രണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്ന ആ ടൈപ്പ് ബീമിനെയാണ് നമ്മൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയാം. അതായത് ഈ സപ്പോർട്ടിൻ്റെ ഈ ഭാഗത്തു നിന്നും പുറത്തേക്ക് എന്നുണ്ട് ഇത്രയും ദൂരത്തേക്കാണ് പിന്നെ ആ ഒരു എഡ്ജ് അല്ലെങ്കിൽ എൻഡുകൾ നീങ്ങി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബീമിനാണ് നമ്മൾ ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പഠിച്ചു. കാൻഡിലിവർ ബീം, SSB അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം. ഓവർ ഹാങ്ങിങ് ബീം എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടിൽ നിന്നും എന്തുണ്ട് പുറത്തേക്ക് കുറച്ച് ഭാഗം തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും. ആ ടൈപ്പ് ബീമാണ് ഓവർ ഹാങ്ങിങ് ബീം. ഓക്കെ, ഫോർത്ത് വൺ നോക്കാം, കണ്ടിന്യൂസ് ബീം. ഇവിടെ നോക്കാം, കണ്ടിന്യൂസ് ബീമിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ മനസ്സിലാവുന്നത്? നമ്മൾ രണ്ടാമത് പഠിച്ചിട്ടുണ്ടായിരുന്നു SSB അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എൻഡിൽ മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ, സപ്പോർട്ട് ഉണ്ടായിരിക്കുള്ളൂ. എന്നാലും നമ്മൾ ഫോർത്ത് വൺ നോക്കാം, കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ സപ്പോർട്ടുകളുള്ള ബീമിനെയാണ് എന്ത് പറയുന്നത്, ഇതുപോലെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്ന ബീമിനെ നമുക്ക് കണ്ടിന്യൂസ് ബീം എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ നോക്കുക, SSB ആകുമ്പോൾ ഈ രണ്ട് എൻഡിൽ മാത്രമേ സപ്പോർട്ടുള്ളൂ. എന്നാൽ കണ്ടിന്യൂസ് ബീം ആകുമ്പോൾ ഈ രണ്ട് എൻഡിൽ സപ്പോർട്ടുണ്ട്, ഇടയ്ക്കുണ്ട് വേറെയും സപ്പോർട്ടുകളുണ്ട്. അപ്പോൾ 2ൽ കൂടുതൽ സപ്പോർട്ടുകൾ കൊടുക്കുന്ന ആ ബീമിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നോക്കുക, ഫിഫ്ത്ത് വൺ, ഫിക്സഡ് ബീം. ഇവിടെ നോക്കുക, എന്താണ് ഫിക്സഡ് ബീം? ഈ രണ്ട് എൻഡും ഫിക്സഡ് ആയിട്ടുള്ള ഈ ബീമിനെയാണ് നമ്മൾ ഫിക്സഡ് ബീം എന്ന് പറയുക അല്ലേ. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് കാൻഡിലിവർ ബീമാണ്. അതിൽ ഒരെൻഡ് മാത്രമേ ഫിക്സഡ് ആയിട്ടുള്ളൂ, അതർ എൻഡ് ഫ്രീ എൻഡ് ആയിരുന്നു. അതാണ് കാൻഡിലിവർ ബീം. ഫിക്സഡ് ബീം ആകുമ്പോൾ ഈ രണ്ട് എൻഡും എന്തായിരിക്കും, ഈ രണ്ട് എൻഡും ഫിക്സഡ് ആയിരിക്കും. ആ ടൈപ്പ് ബീമിനെയാണ് നമ്മൾ ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ബീംസ് ആണ്. നമുക്ക് പ്രധാനമായിട്ടും 5 ബീംസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കുക, അതുപോലെ ഈ ഫിഗേഴ്സ് വരച്ച് വെക്കുക. ഓക്കെ, ഇതിൽ നമ്മൾ ഓവർ ഡെഫിനിഷനൊന്നും എഴുതാനില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, ടൈപ്സ് ഓഫ് ബീം ഹെഡിങ് എഴുതുക, അതുപോലെ ഓരോ ടൈപ്പിൻ്റെ പേര് എഴുതുക, അതിൻ്റെ താഴെയായിട്ട് ഫിഗർ വരയ്ക്കുക. ഓക്കെ, സോ നമുക്ക് ബാക്കി നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ്. നമ്മൾ ഓൾറെഡി ബീം എന്താണെന്ന് പഠിച്ചു അല്ലേ. ബീം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പറാണ്. വെർട്ടിക്കൽ ലോഡ് ക്യാരി ചെയ്യുന്ന ഹൊറിസോണ്ടൽ മെമ്പറാണ് നമ്മൾ ബീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീമിൻ്റെ മേലേക്ക് ആക്ട് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ലോഡ്സ്, ഏതൊക്കെ ടൈപ്പ് ലോഡ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 2 ടൈപ്പ് ലോഡ്സ് ആണ് ഇവിടെ കാണുന്നത്. ഏതൊക്കെയാണ്? പോയിൻ്റ് ലോഡ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. 2 ടൈപ്പ് ലോഡ്സ് ഉള്ളത്, പോയിൻ്റ് ലോഡ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡ്, രണ്ടാമത്തത് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൽ 2 ടൈപ്പും കൂടിയുണ്ട്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും യൂണിഫോംലി വാരിയിങ് ലോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ്. ടൈപ്സ് ഓഫ് ലോഡ്സ് പ്രധാനമായിട്ടും 2 ടൈപ്പ് ലോഡ്സ് ആണുള്ളത്. പോയിൻ്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലെങ്കിൽ അതിൽ വരുന്ന 2 ടൈപ്പാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും അതുപോലെ യൂണിഫോംലി വാരിയിങ് ലോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് പോയിൻ്റ് ലോഡ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡാണ്. ഇവിടെ ഫിഗർ നോക്കാം. ഇവിടെ ഒരു ബീം വരച്ചിട്ടുണ്ട്. ആ ബീമിൻ്റെ മേലെയായിട്ട് അല്ലെങ്കിൽ ബീമിലേക്ക് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബീമിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സിംഗിൾ ലോഡ് മാത്രം ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് ലോഡിന് എന്ത് പറയുന്നത്? പോയിൻ്റ് ലോഡ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ബീമിൻ്റെ മേലെ ഏതെങ്കിലും ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ മാത്രമാണ് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഒരു പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന ആ ഒരു ലോഡിനാണ് നമ്മൾ പോയിൻ്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബീമിൻ്റെ ലെങ്ത്ത് ഇവിടെ L കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ലെങ്ത്ത് L കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഈ ഒരു ബീമിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഒരു പോയിൻ്റ് ലോഡ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബീമിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ ലോഡിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? പോയിൻ്റ് ലോഡ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാനുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലേ. ഇവിടെ നോക്കാം,
ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൽ വരുന്നതാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ നമ്മളിതിനെ ചുരുക്കിയിട്ട് നമ്മൾ സാധാരണ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് UDL നമ്മൾ സാധാരണ വിളിക്കാറുണ്ട്. അപ്പോൾ നോക്കുക UDL അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു ബീമിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കുക, ഇതൊരു ബീമാണല്ലേ. ആ ബീം ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്ന് പറയാം അല്ലേ. രണ്ട് എൻഡുകളിലായിട്ട് സപ്പോർട്ട് കൊടുത്തുള്ള ഈ ഒരു ബീമിനെ നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് വിളിക്കാം. ഇവിടെ നോക്കുക, ഈ ബീമിൻ്റെ മേലെയായിട്ട് കുറേ ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. കുറേ പോയിന്റിൽ കാണാം, കുറേ ലോഡുകൾ ഇങ്ങനെ വരി വരിയായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ. ആരോ മാർക്ക് താഴോട്ട് ഈ ബീമിൻ്റെ മേലേക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്താണ്, ഇങ്ങനെ ഒരുപാട് പോയിന്റിൽ എന്ത് ചെയ്യുക, ഒരേ ടൈപ്പ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരേ ലോഡ് എന്ത് ചെയ്യാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഒരു 2 ന്യൂട്ടൺ ലോഡാണെങ്കിൽ എല്ലാ പോയിന്റിലും എന്താണ്, ആ 2 ന്യൂട്ടൺ ലോഡായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈക്വലായിട്ടുള്ള ലോഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബീമിൻ്റെ മേലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലോഡിന് എന്ത് വിളിക്കാൻ പറ്റും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫിഗറിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ആരോ മാർക്കിൻ്റെ ഒക്കെ ലെങ്ത് എന്താണ്, എല്ലാം സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം, അത് UDL അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബീമിൻ്റെ ലെങ്ത്ത് ഇവിടെ L കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് ഇവിടെ W ആണ് കാണിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചുള്ള ഓരോ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണ്, W ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റിൽ ഈ ഒരു ബീമിൻ്റെ മേലെ ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ UDL അല്ലെങ്കിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമ്മൾ കാണിക്കുന്ന വേറൊരു റെപ്രസെൻറ്റേഷനാണ്. ഇങ്ങനെ കാണിച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം, അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫിഗറിൽ നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ പറഞ്ഞത് SSB ആണ് അല്ലേ, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. എന്നാൽ ഇതെന്താണ്, ഇത് എന്താ മനസ്സിലാവുന്നത്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഒരു എൻഡ് മാത്രം ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ബീമിനെ നമ്മൾ എന്ത് വിളിക്കും, കാൻഡിലിവർ ബീം എന്ന് പറയാം അല്ലേ. കാൻഡിലിവർ ബീം എന്നാണ് ഈ ടൈപ്പ് ബീമിനെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ കാൻഡിലിവർ ബീമിൻ്റെ മേലെ നമ്മൾ UDL റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ ലോഡ് 3 kN/m കാണിച്ചിട്ടുണ്ട്. അതുപോലെ ലെങ്ത്ത് 4 മീറ്റർ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇതൊരു കാൻഡിലിവർ ബീമാണ്, ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ ഫസ്റ്റ് പഠിച്ചത് പോയിൻ്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത് നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ UDL നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ മൂന്നാമത് നോക്കാനുള്ളത് യൂണിഫോംലി വാരിയിങ് ലോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡ്. ഇവിടെ നോക്കുക, യൂണിഫോംലി വാരിയിങ് ലോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു നമ്മുടെ ബീം കാണിച്ചിട്ടുണ്ട്, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങനെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ടല്ലേ. നമുക്കറിയാം ഈ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡുകളാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ ആരോ മാർക്ക് ഫസ്റ്റ് നല്ല ലെങ്ത് ഉണ്ട്, ഈ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞ് അവസാനം തീരെ ഇല്ലാണ്ടായി വരികയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടുന്ന് ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോറും എന്ത് ചെയ്യാണ്, ലോഡിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോഡ് കുറഞ്ഞ് വരികയാണ് അല്ലേ. അതായത് ലോഡ് ഇങ്ങനെ വാരി ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ വലിയ ലോഡിൽ നിന്നും ചെറിയ ലോഡിലേക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ട് താഴോട്ട് വാരി ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ വേറൊരു പേര് വിളിക്കുന്നത്. നമ്മൾ പഠിച്ചു യൂണിഫോംലി വാരിയിങ് ലോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡ് അല്ലേ. അപ്പോൾ ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇപ്പോൾ ഈ ഒരു ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ആ ലോഡിൻ്റെ ഒരു ക്വാണ്ടിറ്റി വെച്ച് നമ്മൾ ആരോ മാർക്ക് കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കുലർ പോലെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ യൂണിഫോംലി വാരിയിങ് ലോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമ്മൾ ബീമിൻ്റെ ലെങ്ത്ത് L കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡുകൾ ഇങ്ങനെ ആരോ മാർക്ക് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവ് കുറയുന്നതനുസരിച്ച് ആരോ മാർക്കിൻ്റെ അളവ് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ യൂണിഫോംലി വാരിയിങ് ലോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള സബ്ജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് നമ്മൾ ഓൾറെഡി നമ്മൾ മെറ്റീരിയൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതല്ലാതെ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ബീമാണ്. നമ്മൾ എന്താണ് ബീം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബീം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ കോമ്പണൻ്റ് ആണ്. അതിൽ വെർട്ടിക്കൽ ലോഡിനെ ക്യാരി ചെയ്യുന്ന ആ ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ കോമ്പണൻ്റ് നമ്മൾ ബീം എന്ന് വിളിക്കുന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ ടൈപ്സ് ഓഫ് ബീംസ് പഠിച്ചു. ഇതിലെ ടൈപ്സ് ഓഫ് ബീംസിൽ 5 ടൈപ്പ് ബീമുകൾ വരുന്നുണ്ട്. ഇവിടെ നോക്കുക, കാൻഡിലിവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർ ഹാങ്ങിങ് ബീം, കണ്ടിന്യൂസ് ബീം, ലാസ്റ്റ് വൺ ഫിക്സഡ് ബീം. അപ്പോൾ നമ്മൾ 5ഉം ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ലോഡ്സ് ആണ്. അപ്പോൾ പോയിൻ്റ് ഓർ കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, ഇല്ലാണ്ട് ടൈപ്പ് ഉണ്ട്, UDL യൂണിഫോംലി വാരിങ് ലോഡ് അല്ലെങ്കിൽ ട്രയാങ്കുലർ ലോഡ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളത്. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് ഫിഗേഴ്സൊക്കെ വരയ്ക്കുക, ഡെഫിനേഷൻസൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കാം. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.